ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അസുരൻ്റെ വധു ഭാഗം 30. രചന ഫൗസിയ നൗഷാദ്. അച്ചുവിൻ്റെ തലയ്ക്കൊരു കൊട്ടും കൊടുത്ത് കൃഷ്ണ അവളെ പിടിച്ചു വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. അവളുടെ പോക്ക് കണ്ട് തേജസ് മനസ്സിൽ കരുതി, ഇവൾ ആള് ശരിയല്ല, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി ഉണ്ടക്കണ്ണി. കൃഷ്ണ അവരുടെ മുറിയിലേക്കാണ് അച്ചുവിനെ കൂട്ടിക്കൊണ്ടു പോയത്. അവൾ അത്ഭുതപ്പെട്ടു. കൊള്ളാലോടി പെണ്ണെ, നിന്റെ മുറിയാണോ ഇത്? ഒരു വീടിൻ്റെ അത്ര ഉണ്ടല്ലോ. എൻ്റെ മുറിയല്ല, ഞങ്ങളുടെ മുറി. ആദ്യേട്ടൻ്റെ ഐഡിയ ആണ് എല്ലാം. കൊള്ളാലോടി, നല്ല രസമുണ്ട്. നീ ഹാപ്പി അല്ലേ കിച്ചു ഇവിടെ? പിന്നല്ലാണ്ട് ഒരുപാട് ഹാപ്പിയാ. ഇപ്പോൾ ഏട്ടൻ പഴയ പോലെ ഒന്നും അല്ലടി, എന്നോട് നല്ല സ്നേഹ. ഞാനെന്ന് വെച്ചാൽ ഏട്ടന് ജീവനാ, കൃഷ്ണ പുഞ്ചിരിയോടെ പറഞ്ഞു. ആവൂ, എനിക്കിപ്പോഴാ കിച്ചു ശരിക്കും ആശ്വാസമായത്. നിന്റെ അവസ്ഥ നേരിട്ട് കണ്ടറിയാൻ വേണ്ടിയാ ഞാനിങ്ങ് വന്നത്, കൃഷ്ണ അച്ചുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനിടയ്ക്ക് ലക്ഷ്മിയമ്മയെ വിളിക്കാറുണ്ട്. രാധയ്ക്കിപ്പോൾ ഓരോ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ അവൾക്ക് സുഖമാവും, എനിക്ക് ഉറപ്പാ. ആവണം, അതിനാ ഞങ്ങളും കാത്തിരിക്കുന്നത്. അല്ലടി, അച്ഛനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ? അച്ചു അത് ചോദിച്ചതും കൃഷ്ണയുടെ മുഖം വീണ്ടും മങ്ങി. അവളുടെ കണ്ണു നിറയുന്നത് കണ്ട് ഐശ്വര്യ അത്ഭുതപ്പെട്ടു. എന്താ കിച്ചു, എന്തിനാ കരയുന്നത്? നിനക്ക് ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോടി? കൃഷ്ണ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഐശ്വര്യയോട് പറഞ്ഞു. ഐശ്വര്യയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. വികാരങ്ങൾ കൊണ്ട് അവളുടെ ഹൃദയം വല്ലാതെ നീറിക്കൊണ്ടിരുന്നു. കൃഷ്ണയ്ക്കൊപ്പം അവളും ആഗ്രഹിച്ചിരുന്നു അച്ഛനെ കൃഷ്ണയ്ക്ക് കാണാൻ കഴിയണമെന്ന്. പക്ഷേ ആ പ്രതീക്ഷ അസ്തമിച്ചു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാനായില്ല. അല്ലെങ്കിലും കാത്തിരിപ്പുകൾ അവസാനിക്കുമ്പോഴല്ലേ മനുഷ്യന് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവാറുള്ളത്. കരയാൻ ആരംഭിച്ച കൃഷ്ണയെ അവൾ ചേർത്ത് പിടിച്ചു. നീ കരയേണ്ട കിച്ചു, എനിക്ക് ഉറപ്പുണ്ട് ആദ്യം നിനക്ക് കിട്ടാതെ പോയ സ്നേഹം എല്ലാം തരുമെന്ന്. ഇപ്പോൾ എനിക്ക് നല്ല സമാധാനമായി. അച്ഛൻ്റെ കാര്യോർത്ത് വിഷമം ഉണ്ടെങ്കിലും നീ സുരക്ഷിതമായ കൈകളിൽ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായി. ആടി, എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല. അച്ഛനില്ല എന്നുള്ള സത്യം അംഗീകരിക്കാൻ കുറച്ച് സമയമെടുത്തെന്ന് വരും. പക്ഷേ അംഗീകരിച്ചല്ലേ പറ്റൂ. ഞാൻ അംഗീകരിക്കും. അതൊക്കെ പോട്ടെ കിച്ചു, എനിക്കില്ലേ ഒരാളോട് ചെറിയൊരു ആരോട്? എന്ത്? കൃഷ്ണ അത്ഭുതത്തോടെ അച്ചുവിനോട് ചോദിച്ചു. അത് നേരത്തെ കണ്ട ചെക്കനില്ലേ, എന്തായിരുന്നു പേരു? അപ്പോ തേജസ്. ആ പുള്ളിക്കാരൻ തന്നെ. എനിക്ക് പുള്ളിയോട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണെന്നേ. അച്ചു അത് നാണത്തോടെ പറഞ്ഞതും കൃഷ്ണ വിശ്വസിക്കാനാവാതെ കണ്ണു പുറത്തേക്ക് തള്ളി അവളെ നോക്കി. ശരിക്കും? അല്ല, നിനക്കങ്ങനെ ഒരാളോട് പ്രേമമൊക്കെ തോന്നുമോ? ഞാൻ കരുതി നിനക്കങ്ങനെ ഫീലിങ്സ് ഒന്നുമില്ല എന്ന്. ഒന്ന് പോടി പെണ്ണെ, പിന്നെ ഞാനെന്താ മനുഷ്യയല്ലേ? എനിക്കും ഉണ്ട് ഫീലിങ്സൊക്കെ. നീ ഞങ്ങളെ സെറ്റാക്കി തരണം. ഞാനില്ല മോളെ. എന്താടി പൊന്നല്ലേ? എടി, ഫീലിങ്സ് നിനക്ക് മാത്രം ഉണ്ടായാൽ പോരല്ലോ, അവനും വേണ്ടേ? നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. എന്തായാലും നീ താഴേക്ക് വാ, ആഹാരം കഴിക്കാം. കൃഷ്ണ ഐശ്വര്യയും വിളിച്ച് താഴേക്ക് വന്നു. വല്യമ്മമാരൊക്കെ ഒരു പണിയില്ലാതെ അവിടെ തന്നെ വെറുതെ ഇരിപ്പുണ്ട്. കൃഷ്ണ അച്ചുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് മെല്ലെ പറഞ്ഞു. ഇത് ആദ്യേട്ടൻ്റെ രണ്ടാനമ്മയും വല്യമ്മമാരുമാ. എല്ലാവരും കുറച്ച് പ്രശ്നമാണ്. നീ അവരെന്ത് പറഞ്ഞാലും കാര്യമാക്കണ്ട. അതൊക്കെ ഞാൻ ഏറ്റു. ഐശ്വര്യ സ്വന്തം വീട്ടിലെ പോലെ ടേബിളിന് മുകളിൽ വന്നിരുന്ന് ആഹാരം സ്വയം വിളമ്പി കഴിക്കാൻ തുടങ്ങി. വല്യമ്മമാർക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കണ്ടില്ലേ, ഇവളെപ്പോലെ തന്നെ ഒരു മര്യാദയില്ലാത്ത പെണ്ണ്. അച്ചു അത് കേട്ടു. അങ്ങനല്ല ആൻറ്റി, ഇതുപോലെ എൻ്റെ കൊച്ചുള്ള വീടല്ലേ. അവളുടെ വീട് എന്നും എൻ്റേതുപോലെയാ, അച്ചു ചിരിയോടെ പറഞ്ഞു. എന്തായിരുന്നു പേര്? ഐശ്വര്യ അല്ലേ? നീ വന്നത് നന്നായി. കൃഷ്ണ ആകെ മൂഡ് ഔട്ടായിരുന്നു. ആദി പറഞ്ഞു. ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇവളെ ഒന്ന് ഓണാക്കിയിട്ടേ ഉള്ളൂ കാര്യം. ആദ്യം ഒന്ന് മൂളി. കുറച്ച് കഴിഞ്ഞതും ഐശ്വര്യ കൃഷ്ണയും കൂട്ടി ടെറസിൽ വന്നിരുന്നു. അവർക്ക് പറയാൻ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ സമയം മുറിയിൽ ബാൽക്കണിയിലിരുന്ന ആദിക്ക് സമീപം ആരുഷി വന്നു. അവളെ കണ്ടിട്ടും കാണാത്ത പോലെ അവൻ ഇരുന്നു. അവൾ തന്നോട് ക്ഷമ ചോദിക്കാനാണ് വന്നതെന്ന് അവൻ കരുതി. അതെ. പരിചയമില്ലാത്ത അവളുടെ വിളി ആദിയുടെ ഹൃദയം നീറി. എന്തേ? എനിക്കൊരു 40,000 രൂപ വേണം. അവളുടെ ആവശ്യം കേട്ട് മടിയിലിരിക്കുന്ന ലാപ്പ് മാറ്റിവെച്ച് അവൻ ഞെട്ടലോടെ അവളെ നോക്കി. എന്താ അമ്മു നിനക്ക്? നിന്റെ അക്കൗണ്ടിൽ കിടന്ന ക്യാഷ് മുഴുവൻ നീ എന്ത് ചെയ്തു? അത് ഞാൻ എൻ്റെ ആവശ്യത്തിന് ചിലവാക്കി. ഏതാണ്ട് 2-3 ലക്ഷം അടുപ്പിച്ചുണ്ടായിരുന്നില്ലേ അതിൽ? നിന്റെ കോളേജ് ഫീസ് സെപ്പറേറ്റ് ഞാൻ അടയ്ക്കുന്നുണ്ട്. പിന്നെ നിനക്ക് ഇതിന് മാത്രം എന്താ ചിലവ്? ആദ്യം ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. ഓഹോ, അപ്പോൾ ഏട്ടൻ തരുന്നതിനൊക്കെ കണക്ക് ചോദിക്കാനും തുടങ്ങിയോ? ഇതൊക്കെ എന്നു മുതലാ? ഏട്ടത്തി വന്നത് മുതലോ? അമ്മു, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്? ഞാൻ നിന്നോട് ഇന്നേ വരെ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് വേണ്ടതിലധികം തന്നിട്ടേ ഉള്ളൂ. അവന് സഹിക്കാനായില്ല. എന്നാൽ ഇതുകൂടി തരണം, എനിക്കിപ്പോൾ ആവശ്യമുണ്ട്.
ആ ആവശ്യം എന്താണെന്ന് എനിക്ക് അറിയണം അമ്മു. അവൻ്റെ സ്വരം ഉയർന്നു. പറയാൻ എനിക്ക് മനസ്സില്ല. ഞാനും ഒരു വ്യക്തിയാ, എനിക്കുണ്ട് ഓരോ പേഴ്സണൽ ആവശ്യങ്ങൾ. ഓ, എന്നു മുതൽ അമ്മു ഇങ്ങനൊക്കെ? ഞാൻ നിനക്ക് അന്യനായോടി? അവൻ്റെ സ്വരത്തിൽ വേദന കലർന്നിരുന്നു. അവളൊന്ന് പകച്ചു. നിനക്ക് ഈ ക്യാഷ് തരാൻ എനിക്കും മനസ്സില്ല. അങ്ങനെയാണല്ലേ? എന്ന് ഞാൻ ചോദിക്കാൻ വരികയൊന്നുമില്ല. എനിക്കറിയാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. പിന്നെ അതും ഇതും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. ആരുഷി അത് പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞു പോയതും അവൻ്റെ ഹൃദയത്തിൽ ആരോ കത്തി കുത്തി മുറിവേൽപ്പിച്ച പോലെ തോന്നി. ജീവനോളം സ്നേഹിച്ച പെങ്ങൾ എന്നാണ് ഇത്രയും വളർന്നത്? മറ്റൊരു വ്യക്തിയായത് അവന് ഉൾക്കൊള്ളാനേ ആയില്ല. ഒക്കെ ഒരു സ്വപ്നമായിരുന്നെങ്കിൽ. കൃഷ്ണ വീട്ടിലെ എല്ലാവർക്കും ഐശ്വര്യയെ പരിചയപ്പെടുത്തി. മാനസിയും യദുവും ആവണിയുമായിട്ടെല്ലാം അവൾ വേഗം അടുത്തു. കൃഷ്ണയെ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. എവിടേക്ക്? ചുമ്മാ ബീച്ചിലൊക്കെ. നമ്മൾ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, നമുക്ക് എല്ലാവരെയും കൂട്ടാം. എനിക്ക് എല്ലാവരും കുറേ ഇഷ്ടപ്പെട്ടോടി. എന്തോരം പേരാ ഈ ഫാമിലിയിൽ. ഐശ്വര്യ ആവശ്യം മുന്നോട്ട് വെച്ചത് മാനസിക്കും ആവണിക്കും ഒക്കെ സന്തോഷമായി. അവരും ഇന്ന് ഫ്രീ ആണല്ലോ, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല താനും. എല്ലാവരും റെഡിയാവാൻ പോയതും കൃഷ്ണ ആദിയെ വിളിക്കാൻ മുറിയിലേക്ക് വന്നു. പതിവില്ലാതെ കിടക്കുന്ന ആദിയെ കണ്ട് അവൾ ഒന്ന് അമ്പരന്നു. അവൾ അവന് സമീപം വന്നിരുന്നു. ഏട്ടാ, എന്താ വയ്യേ? അവളുടെ ചോദ്യം കേട്ട് അവൻ കണ്ണു തുറന്നു. ഏയ്, ഒന്നുമില്ല ഗാദേ, എനിക്ക് ചെറിയൊരു തലവേദന. ഐശ്വര്യ എവിടെ? അവൾ ഔട്ടിങ്ങിന് പോകാൻ റെഡിയാവുക. എല്ലാവരും ഒന്ന് പുറത്തു വന്നു വെച്ചു. ഏട്ടനെ വിളിക്കാൻ വന്നതാ ഞാൻ. അമ്മൂനെ വിളിച്ചോ? ആ, ഞാൻ വിളിച്ചു. അവൾക്ക് വയ്യെന്നാ പറഞ്ഞേ, വരുന്നില്ലെന്ന്. എന്തു പറ്റി ഏട്ടാ? ഞാൻ വീട്ടിൽ പോയി വന്നത് മുതൽ ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദ്യം പ്രയാസപ്പെട്ട് പുഞ്ചിരിച്ചു. ഏയ്, എന്നതാ പ്രശ്നം? അവൾക്കൊരു 40,000 രൂപ വേണമെന്ന്. അത് പറഞ്ഞു വന്നിരുന്നു. കൊടുക്കില്ലെന്ന് ഞാനും പറഞ്ഞു. അയ്യോ, അതെന്താ? അത്രയല്ലേ ഉള്ളൂ? എന്തേലും അത്യാവശ്യത്തിനാവും. കൊടുക്കണ്ടേ ഏട്ടാ? അല്ല ഗാഥ, അത് അവൾക്കല്ല ക്യാഷ്, എനിക്ക് ഉറപ്പാണ്. പിന്നെ ആർക്ക്? അവളിപ്പോൾ എൻ്റെ പഴയ അമ്മ അല്ല ഗാഥ. അവൻ നൊമ്പരത്തോടെ പറഞ്ഞു. എന്താ ഏട്ടാ നടന്നത്? അന്നുണ്ടായ അടി മുതൽ എല്ലാം ആദ്യം അവളോട് പറഞ്ഞു. ഗാഥയ്ക്ക് ഞെട്ടലായിരുന്നു. പെട്ടെന്നൊരാൾ ഇങ്ങനെ മാറുമോ? നീ കേട്ടിട്ടില്ലേ ഈ പ്രണയത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലെന്ന്? അത് ശരിയാണ് ഗാഥേ. വീട്ടുകാർ ജീവന് തുല്യം സ്നേഹിച്ചു വളർത്തുന്ന എത്ര പെൺകുട്ടികളാ ഇന്നലെ കണ്ട ഒരുത്തൻ്റെ പേരും പറഞ്ഞ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരെ വിട്ട് അവൻ്റെ ഒപ്പം ഓടിപ്പോകുന്നത്. അതേപോലെ ഗാഥേ ഇപ്പോഴും ഇവിടെ നടക്കുന്നത്. ഇന്നലെ കണ്ട ഒരുത്തൻ്റെ വാക്കുകൾ കേട്ട് എൻ്റെ പെങ്ങളെന്നെ തള്ളി പറയായപ്പോൾ ഇതിലും വലിയ എന്താ ഞാനിനി നേരിടാനുള്ളത്? ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നമ്മുടെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ആ വിവേകിൻ്റെ ഉദ്ദേശം എന്താ? അവൻ അവളോട് പ്രേമമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏട്ടനോടുള്ള പ്രതികാരം തന്നെ. അതാ എനിക്കും പേടി. അവനെ അല്ല, അവക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന്. അവളൊരു പൊട്ടിപ്പെണ്ണ. ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഇപ്പോൾ അവൾക്ക് അവൻ്റെ വാക്കുകളാണ് പ്രധാനം. ഞാൻ എന്തു പറഞ്ഞാലും അവളുടെ തലയിൽ കയറില്ല. വല്ല പൊട്ടത്തരത്തിലും ചെന്ന് ചാടുമോ എന്തോ. അവൻ തലയ്ക്ക് കൈ കൊടുത്തു. ഏയ്, അതൊന്നും ഉണ്ടാവില്ല. അവൾ ബുദ്ധിയുള്ള കുട്ടിയല്ലേ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഏട്ടൻ വാ, നമുക്ക് പോയിട്ട് വരാം. ഞാനില്ല ഗാഥേ, നിങ്ങൾ പോയിട്ടോ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. അവനൊരു തീരുമാനം എടുത്താൽ മാറ്റമില്ലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവൾ പിന്നെ നിർബന്ധിക്കാൻ നിന്നില്ല. അവൾ വേഗം തന്നെ റെഡിയായി ഇറങ്ങി. തേജസ് ആയിരുന്നു കാർ ഡ്രൈവ് ചെയ്തിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവനെ വായി നോക്കിയ അച്ചുവിൻ്റെ തലയ്ക്ക് അവളൊരു കൊട്ടു കൊടുത്തു. ബീച്ചെത്തി എല്ലാവരും ഇറങ്ങുമ്പോഴാണ് അവൾ ഫോൺ എടുത്ത് നോക്കിയത്. ആദിയുടെ 5 മിസ് കോളും ഒപ്പം അമ്മയുടെ 3 മിസ് കോളും. അവൾക്ക് വല്ലാത്ത ആദി തോന്നി. അവൾ ആദിക്ക് ഫോൺ ചെയ്തു. എന്താ ഏട്ടാ, നീ എവിടെയാടി? നിനക്ക് ഫോൺ വാങ്ങി തന്നേക്കുന്നത് പൂജിക്കാനാണോ? ഫോൺ എടുത്ത ഉടനെ അവൻ ദേഷ്യപ്പെട്ടു. ഏയ്, ഫോൺ ഓഫായിരുന്നു. എന്തു പറ്റി? നീ അറിഞ്ഞില്ലേ? രാധ കണ്ണു തുറന്നു. ആണോ? ശരിക്കും? ചുമ്മാ പറയല്ലേ. ആണെന്ന്. ഞാൻ ഹോസ്പിറ്റലിലാ. ആൻറ്റി നിന്നെ വിളിച്ചിരുന്നു, നീ എടുത്തില്ല. അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ അവരെയും കൂട്ടി ഹോസ്പിറ്റലിൽ വന്നു. ആൻറ്റി എൻ്റെ ഒപ്പം ഉണ്ട്. അവൾക്ക് എങ്ങനെയുണ്ട്? അത്ഭുതമാണല്ലോ. അവൾ വേഗം തന്നെ ഈ സ്റ്റേജ് റിക്കവർ ചെയ്തു. ഓക്കെ ആയോ? ഒന്നും പറയാറായിട്ടില്ല. അവൾ ചെറുതായി വിരലനക്കിയത് കണ്ടാണ് മായ വരുന്നത്. കണ്ണ് തുറക്കുകയും ചെയ്തു. കോമ സ്റ്റേജ് റിക്കവർ ചെയ്യാൻ ആഴ്ചകൾ തന്നെ മതി. ചിലപ്പോൾ അത് മാസമാവാം, വർഷമാവാം. രാധ ലക്കിയാണ്. എന്തായാലും നോക്കട്ടെ. ഞാനിപ്പോൾ തന്നെ വരാം. വേണ്ട വേണ്ട, ഞാനിവിടെ ഉണ്ട്. നീ അവരുടെ ഒപ്പം അടിച്ചു പൊളിക്ക്. മൈൻഡൊക്കെ നോക്കിയാവട്ടെ. ടെൻഷൻ ആവണ്ട, ഞാനല്ലേ ഇവിടെ ഉള്ളത്. അവൻ അവളെ ആശ്വസിപ്പിച്ച് ഫോൺ വെച്ചു. കൂടെ വന്നവർ ബീച്ചിലേക്ക് ഇറങ്ങിയിരുന്നു. കൃഷ്ണ അവർക്ക് പിന്നാലെ ചെന്നു. ആരാ കിച്ചു ഇത്? നിന്റെ ഹിറ്റ്ലറാണോ? പിന്നെ വിളിക്കാടി, വേഗം വാ. ഐശ്വര്യ വിളിച്ചു കൂവി. കൃഷ്ണയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഇന്നലെ വേദനിച്ചതിന് പകരം ദൈവം തന്ന സന്തോഷമാവാം. അവൾ അവർക്കൊപ്പം ബീച്ചിലേക്ക് ഇറങ്ങി. എല്ലാവരും ഒരുമിച്ച് കൈകൾ കോർത്ത് തിരയിലേക്ക് ഇറങ്ങി. തേജസിൻ്റെ അടുത്തായിരുന്നു ഐശ്വര്യ നിന്നത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. എന്നാൽ അവൾ അറിയാതെ തന്നെ അവൻ്റെ കണ്ണുകൾ അവളുടെ പാറിപ്പറന്നു കിടക്കുന്ന തലമുടിയിലേക്ക് നീണ്ടു. അവൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നത് പോലെ.
അവരെല്ലാവരും തിരയിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി നിന്നു. അച്ചുവിൻ്റെ ഒരു കൈ കൃഷ്ണയുടെ കയ്യിലും മറുകൈ തേജസിൻ്റെ കയ്യിലും ആയിരുന്നു. കൃഷ്ണ ഷോള് നേരെയാക്കാൻ കൈവിട്ട തക്കം നോക്കി തേജസ് അവൻ്റെ കൈ പിൻവലിച്ചു. ഐശ്വര്യ തിരയിലേക്ക് വീണു. അവളുടെ മൂക്കിലും വായിലൊക്കെ വെള്ളം കയറി. ഒരു നിമിഷം എല്ലാവരും ഭയന്നു പോയി. തിരയുടെ കൂടെ അവൾ പോകുന്നതിന് മുന്നേ തന്നെ തേജസ് അവളെ കയറി പിടിച്ചിരുന്നു. ഐശ്വര്യം മുഴുവൻ നനഞ്ഞു കുതിർന്നു. ചമ്മലോടെ അതിലേറെ ദേഷ്യത്തോടെ എഴുന്നേക്കാൻ കൂട്ടാക്കാതെ പിണങ്ങി അവൾ അവിടെ തന്നെ ഇരുന്നു. അച്ചു എഴുന്നേക്ക്, അടുത്ത തിര വരുന്നുണ്ട്. ശക്തിയിൽ വരുന്ന തിരമാല നോക്കി കൃഷ്ണ പറഞ്ഞു. എന്നാൽ ഐശ്വര്യ എഴുന്നേക്കാതെ വാശിയോടെ തേജസിനെ തന്നെ നോക്കി. തേജസ് അവളെ നോക്കി പുഞ്ചിരിയോടെ അവളുടെ അടുത്ത് വന്ന് കൈകളിൽ അവളെ വാരിയെടുത്തു. ആ കാഴ്ച കണ്ടു നിന്നവർ ഒന്ന് ഞെട്ടി. അവൻ്റെ കൈകളിൽ കിടന്ന് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എങ്ങനെയുണ്ട് മിസ് ഐശ്വര്യ, ഞാൻ തന്ന ചെറിയ പണി? കണ്ണിറക്കി അവൻ ചോദിച്ചു. നൈസ്, പകരത്തിന് പകരമായില്ലേ? അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അവളെ അവൻ തീരത്തിരുത്തി. അച്ചു, നിനക്കെന്തെങ്കിലും പറ്റിയോടാ? ആവണി ചോദിച്ചു. ഏയ് ഇല്ല, തേജസ് മനഃപൂർവ്വം ചെയ്തതാ ചേച്ചി. അതെനിക്ക് മനസ്സിലായി, സാരല്ല, അവൻ തന്നെ പ്രായശ്ചിത്തം ചെയ്തല്ലോ. ആവണിയും മാനസിയും യദുവും തേജസും ബീച്ചിലിറങ്ങിയപ്പോൾ കൃഷ്ണ ഐശ്വര്യയുടെ അടുത്ത് വന്നിരുന്നു. ഐശ്വര്യ അവളെ ചുറ്റിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ചു. എന്താടി പെണ്ണെ, നിനക്ക് വട്ടായോടി? വട്ട് തന്നെടി, ഇത് ഒന്നാന്തരം വട്ട് തന്നെ. പ്രണയം, യെസ്, ഐ ആം ഇൻ ലവ്. ഐശ്വര്യ പൊട്ടിച്ചിരിയോടെ പറഞ്ഞു. നിനക്ക് അപ്പൂനെ അത്രയ്ക്ക് ഇഷ്ടമായോടി? നീ ഇന്നലെ പറഞ്ഞെങ്കിൽ ഞാൻ കാര്യമാക്കിയില്ല കേട്ടോ. എടി കിച്ചു, ഇന്നേ വരെ ഞാൻ നിന്നോട് ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതില്ല. ആദ്യമായിട്ടാണടി എനിക്കൊരാളോട് ഫീലിങ്സ് തോന്നുന്നത്. എന്നാൽ ഞാൻ ഫുൾ സപ്പോർട്ടാണ്. നീ എൻ്റെ കൂടെ ആ വീട്ടിൽ നിൽക്കുന്നതിൽ പരം സന്തോഷം എനിക്ക് മറ്റെന്തുണ്ടടി. കുറേ നേരം അവർ ഒരുമിച്ച് ബീച്ചിലിരുന്നു. മടങ്ങും വഴി റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. തേജസ് അവളറിയാതെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പു, ഞങ്ങളെ വീട്ടിലേക്ക് ഇറക്കിയേക്ക്, ആദ്യേട്ടനുണ്ട് അവിടെ, ഞങ്ങൾ ഒരുമിച്ച് വന്നേക്കാം. എന്താ ഏട്ടത്തി പ്രത്യേകിച്ച്? രാധമോള് കണ്ണു തുറന്നു എന്ന്. ആണോ? ഐശ്വര്യയാണ് ഞെട്ടിയത്. അതെ, അവൾ കോമ സ്റ്റേജ് റിക്കവർ ചെയ്തു. എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം, ജംഗ്ഷനിൽ ഇറക്കിയാൽ മതി. അവൾ പറഞ്ഞതുപോലെ രണ്ടുപേരെയും ജംഗ്ഷനിൽ ഇറക്കി അവരെല്ലാം മടങ്ങി. ഏറെ സന്തോഷത്തോടെയാണ് അച്ചുവും കൃഷ്ണയും വീട്ടിലേക്ക് വന്നത്. ആദ്യ ഹാളിലുണ്ട്. ദേവിക്കൊപ്പം ഇരുന്ന് അവൾക്ക് ഏതോ പുസ്തകം പറഞ്ഞു കൊടുക്കുകയാണ്. ആ കാഴ്ച കണ്ട് അവളുടെ ഹൃദയം കുളിർത്തു. കൊള്ളാം, നല്ല ചേച്ചി തന്നെ. ഇപ്പോഴാണോ വരുന്നത്? എത്ര നേരമായിട്ട് നീ ഇറങ്ങിപ്പോയിട്ട്? അവളെ കണ്ടപാടെ ആദ്യ ദേഷ്യപ്പെട്ടു. ഏട്ടാ, എല്ലാവരും കൂടെ ആയപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. എവിടെ രാധ? നീ വിളിച്ചുണർത്തണ്ട, അവൾ കിടക്കിയ. ഡോക്ടർ എന്തു പറഞ്ഞു? അവൾ ലക്കിയാണ്. ഇത്ര വേഗം കോമ സ്റ്റേജ് റിക്കവർ ചെയ്തില്ലേ, അതുകൊണ്ട് തന്നെ അധികം ഫിസിക്കൽ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഇത്രനാൾ ഒരു കിടപ്പായതുകൊണ്ട് നേരെ നടക്കാനും പഴയ പോലെ ആവാനും പെട്ടെന്ന് കഴിയില്ല, സമയമെടുക്കും, പതിയെ ശരിയാക്കണം. ആദി പറഞ്ഞു. ലക്ഷ്മി അമ്മ ചായയുമായി വന്നു. നല്ല ആളാ നീ, ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ എടുക്കരുത്. മോൻ ഉണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വന്നു. അവർ ഉത്സാഹത്തോടെ പറഞ്ഞു. എൻ്റെ ഫോൺ ഓഫായിരുന്നു അമ്മ, ഞാൻ അറിഞ്ഞില്ല. അവളും ഐശ്വര്യയും കൂടി കയറി രാധയെ കണ്ടു. അവൾ ശാന്തമായി ഉറങ്ങുകയാണ്. വിളിച്ചു ശല്യപ്പെടുത്താൻ തോന്നിയില്ല. കുറച്ചു നേരം അവിടെ ഇരുന്ന് അവർ മൂവരും ഇറങ്ങി. പോവും വഴി അവളുടെ മുഖത്ത് ടെൻഷൻ നിഴലിച്ചു. അതാദിക്ക് മനസ്സിലായി. എന്താ ഗാഥ, നീ ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഏട്ടാ, അവൾ അത് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ആദിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഇത്രയൊക്കെ ആയിട്ടും എന്താണ് ഗാഥ തനിക്ക് മുന്നിൽ മനസ്സ് തുറക്കാത്തത്? അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. വീട്ടിലെത്തിയതും ഗാഥ കുളിച്ച് ഫ്രഷായി. ആദി ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ അച്ചു വന്നു. വാ, എൻ്റെ കൂടെ കിടക്കാം. ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് വരാടി. ഗാഥ അത് പറഞ്ഞെങ്കിലും ഐശ്വര്യ സമയം കൊടുക്കാതെ അവളെ പിടിച്ചു വലിച്ച് ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുവന്നു. ഗാഥ തലത്തുവർത്തി കിടക്കാനൊരുങ്ങി. എന്നാൽ ഈ സമയം ആദി കുറച്ചു മുന്നേ വരെ മുറിയിലുണ്ടായിരുന്ന ഗാഥയെ കാണാതെ സംശയിച്ച് അവിടെ തിരക്കി. ഇവളെന്താ നിന്ന നിൽപ്പിൽ ആവിയായിപ്പോയോ? ഗാഥ? അവൻ ബാത്റൂമിലൊക്കെ അവളെ തിരക്കി. അവളോട് സംസാരിക്കാൻ കാത്തിരുന്നിട്ട് അവളെ കാണാത്തത് കൊണ്ട് അവൻ്റെ കൂടപ്പിറപ്പായ ദേഷ്യം ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ സ്വരം ഉയർന്നു. ഗാഥ? ഐശ്വര്യയോട് സംസാരിച്ചിരുന്ന ഗാഥ ആ വിളികേട്ട് നടങ്ങി. എടി, നിന്റെ ഹിറ്റ്ലർ എന്തിനാ ഇങ്ങനെ തൊള്ള തുറക്കുന്നത്? നിന്നെ പിടിച്ച് തിന്നുവല്ലോടി. ഐശ്വര്യ പറഞ്ഞു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അച്ചു, ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് വരാമെന്ന്. തീർന്ന് ഇനി എന്താവോ ഉണ്ടാവാൻ പോകുന്നത്? അവൾ അത് പറഞ്ഞ് തീരുന്നതിന് മുന്നേ ആദിഷ് വാതിൽക്കൽ എത്തിയിരുന്നു. തല തുവർത്തിയിരിക്കുന്ന അവളെ കണ്ട് അവൻ്റെ ദേഷ്യം ഒന്നുകൂടെ കൂടി. നീ ഇവിടെ എന്തെടുക്കുവാടി? ഞാനിന്ന് അച്ചുവിൻ്റെ കൂടെ. അതിന് പറയാതെ പോകണമെന്നാണോ? അല്ല, ഇവളുടെ കൂടെ കിടക്കാൻ അവളെന്താ കൊച്ചുകുട്ടിയാണോ? അച്ചുവിനെ നോക്കി പുരിക ഉയർത്തി ആദി ചോദിച്ചു. അവളിന്ന് ഇവിടെ കിടന്നോട്ടെ, എന്നും ഏട്ടൻ്റെ കൂടെ അല്ലേ കിടക്കുന്നത്? ഐശ്വര്യ പറഞ്ഞു. പറ്റില്ല. ഗാഥ, നീ വരുന്നുണ്ടോ? ഏട്ടാ, ഞാനിന്ന് ഇവളുടെ കൂടെ. വരുന്നുണ്ടോന്ന്? ഇല്ല.
അത് പറഞ്ഞത് അച്ചുവാണ്. എന്നാൽ ദേഷ്യം വന്ന ആദി കൃഷ്ണയെ കൈകളിൽ വാരിയെടുത്തു. അവൻ്റെ ആ പ്രതികരണത്തിൽ അവർ രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. അവൻ്റെ പുറത്തിട്ടിടിച്ചുകൊണ്ടിരുന്ന കൃഷ്ണയെ നോക്കി ഐശ്വര്യ ചിരിയോടെ കൈവീശി കാണിച്ചു. ആദി കൃഷ്ണയും എടുത്ത് മുകളിലേക്ക് പോകുന്ന കാഴ്ച കണ്ട് വല്യമ്മമാരും മറ്റുള്ളവരും അന്തം വിട്ട് അവരെ നോക്കി. അതൊന്നും കാണാൻ കഴിയാതെ കൃഷ്ണ അവൻ്റെ തോളിൽ മുഖം പൊഴുത്തിക്കിടന്നു. അവൾക്ക് വല്ലാത്ത ലജ്ജ തോന്നി. അവളെ ബെഡിൽ കൊണ്ടുവന്നിട്ട് അവൻ രണ്ട് കൈയും ഇടുപ്പിൽ കുത്തി അവളെ നോക്കി. എന്ത് പണിയാ മനുഷ്യങ്ങൾ കാണിച്ചത്? അയ്യേ, ഞാൻ നാണം കെട്ടു. എൻ്റെ ഈശ്വരാ, ഇത്ര നാണം കെടാൻ വല്ലവരുടെ ഭാര്യയല്ലല്ലോ നീ, എൻ്റേത് തന്നെയല്ലേ? ഒട്ടും കുറയ്ക്കാതെ ആദിയും പറഞ്ഞു. എന്നാൽ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. ഞാനിനി എങ്ങനെ അവരുടെ മുഖത്തൊക്കെ നോക്കും? നീ നോക്കണ്ട, ഞാൻ ഇന്ന് അവളുടെ കൂടെ കിടന്ന എന്തായിരുന്നു? അതെ, എനിക്കെൻ്റെ ഭാര്യയുടെ ചൂടറിയാതെ പറ്റില്ലെന്നേ. അവൻ നിന്ന നിൽപ്പിൽ നിന്ന് മാറി അവളുടെ അടുത്ത് ചേർന്ന് കിടന്ന് പറഞ്ഞു. അവൾ അവന് അഭിമുഖമായി കിടന്നു. എന്താ പെട്ടെന്നൊരു റൊമാൻസൊക്കെ? എന്താ ഉദ്ദേശം? സോഫയിൽ കിടക്കുന്നില്ലേ ഹിറ്റ്ലർ? അവൾ കുസൃതിയോടെ ചോദിച്ചു. ഇനി സോഫയിലെങ്ങും ഇല്ല, നിന്റെ കൂടെ മാത്രം. അപ്പോൾ പ്രതികാരം തീർക്കേണ്ട ഹിറ്റ്ലറെ? അവൾ കണ്ണിറക്കി ചോദിച്ചു. പ്രതികാരോ? എന്ത്? ആദിക്ക് മനസ്സിലായില്ല. അതെ, അന്ന് പെണ്ണ് കാണലിന് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടതിൻ്റെ പ്രതികാരം. ഓ എൻ്റെ ഗാഥ, നീ അത് ഇതുവരെ മറന്നില്ലേടി? ഇപ്പോൾ നീ എൻ്റെ സ്വീറ്റ് വൈഫല്ലേ? പ്രതികാരം വേണമെങ്കിൽ വീട്ടാം. അവനത് പറഞ്ഞ് കുസൃതിയോടെ അവളുടെ അടുത്തേക്ക് വന്നതും അവൾ ബെഡിൻ്റെ സൈഡിലിരുന്ന നാപ്കിൻ പാക്കറ്റ് എടുത്ത് പൊട്ടിച്ചിരിയോടെ അവനെ കാണിച്ചു. എന്ത് ടൈമിങ് ആടി ഇതെപ്പോ? ആദ്യം നിരാശയോടെ ചോദിച്ചു. ഇന്ന് രാവിലെ. ഇന്ന് നമ്മുടെ പ്രണയങ്ങ് പൂർണ്ണമാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചേ. സാരമില്ല, നമുക്ക് ഫസ്റ്റ് നൈറ്റ് ഒരു നല്ല ദിവസം ആയിക്കോട്ടെ. അയ്യേ, അവളെ മുഖം പൊത്തി. ഗാഥേ, നീ ഇപ്പോൾ ഹാപ്പിയാണോടി? പിന്നല്ലാതെ, എല്ലാം കൊണ്ടും ഹാപ്പിയാ. അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ മൊഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ആദ്യം ഉണർന്ന് ജോഗിങ്ങിന് പോയതും കൃഷ്ണ വേഗം തന്നെ കുളിച്ച് റെഡിയായി. അവൾ അമ്മയെ വിളിച്ചു. അമ്മ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ മോളെ? ഞാൻ ഇന്നു മുതൽ ജോലിക്ക് പോവാ, വല്യേച്ചി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ. ആണോ? എനിക്ക് സന്തോഷമായി മോളെ. ഞാൻ പറഞ്ഞില്ലേ, ആദിമോൻ പാവാ, അവനെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതെ, ശരിയായിരുന്നു അമ്മേ. അന്ന് ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ വലിയൊരു തെറ്റായി പോയേനെ. ഈശ്വരൻ രണ്ടാളെ അനുഗ്രഹിക്കും. എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. പോയി വാ മോളെ. ആദ്യ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു വന്നതും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കൃഷ്ണയാണ് കാണുന്നത്. അവന് അത്ഭുതം തോന്നി. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നന്ദി.